യാതൊരു മാനദണ്ഡവുമില്ലാതെ സ്റ്റാഫിനെ ടെർമിനേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ സംസാരിച്ചു. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കണം സ്റ്റാഫിന്റെ ഹയറിങ്ങും ഫയറിങ്ങും എന്നൊക്കെ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്, പറയാം. കൃത്യമായി നമുക്ക് ആദ്യം ഒരു HR പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവുക എന്നത് പ്രധാനം. നമ്മൾ എത്ര ചെറിയ ഫേം ആണെങ്കിലും ഓർഗനൈസേഷൻ ആണെങ്കിലും നമ്മുടെ ഹയറിങ്ങും ഫയറിങ്ങും എങ്ങനെയായിരിക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ, നമ്മൾ ഏതു സമയത്താണ് ഒരാളെ ഫയർ ചെയ്യുന്നത്, ഹയറിംഗ് നടത്തുന്നത് എന്നതൊക്കെ ഒരു തീരുമാനമുണ്ടാവുക. അങ്ങനെ ഒരു HR പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവാൻ നമുക്ക് ആദ്യം ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യണം. വിഷൻ ഉണ്ടാവുമ്പോഴാണ് അതിലേക്കുള്ള മിഷനും കൂടെ നമ്മൾ ഉണ്ടാക്കുന്നതും എങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഫേം, കമ്പനി അതല്ലെങ്കിൽ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നതെന്നും നമ്മൾ തീരുമാനിക്കുന്നു. അങ്ങനെ ഉണ്ടാവുമ്പോൾ തന്നെ അത് ഡോക്യുമെന്റഡ് ആയിരിക്കും. അതുകൊണ്ട് നമുക്കൊരു സ്റ്റാഫിനെ ഹയറിംഗ് നടത്തുമ്പോൾ ഒരു ഇമോഷന്റെ പുറത്ത് ഹയറിംഗ് നടത്തുക, വേറൊരു ഇമോഷന്റെ പുറത്ത് ഫയറിംഗ് ചെയ്യുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കൃത്യമായി അതിന് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടി വരും. ഡോക്യുമെന്റഡ് ആവുമ്പോൾ നമ്മളത് നോക്കും, ഞാൻ എപ്പോഴാണ് ഒരു സ്റ്റാഫിനെ ഹയർ ചെയ്യേണ്ടത്, അതുപോലെ ഏതൊരു സിറ്റുവേഷനിലായിരിക്കും അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു വിടേണ്ടത് എന്നൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി അങ്ങനെ ഉണ്ടാവുക. ഒരാൾ നടത്തുന്ന സ്ഥാപനമാണെങ്കിൽ പോലും ഇതെല്ലാം ഉണ്ടായാൽ നമുക്കത് ഏറെ ഉപകാരപ്രദമാവും. അതോടൊപ്പം തന്നെ ഇന്റർവ്യൂ സമയത്ത് അതല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് സമയത്ത് നമ്മൾ അവരെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. നമ്മുടെ ഫേമിൻ്റെ ഓർഗനൈസേഷൻ്റെ ഒക്കെ മിഷൻ, വിഷൻ ഇങ്ങനെയൊക്കെയാണ്, ഇതിനനുസരിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോവേണ്ടത്. അങ്ങനെയല്ലാതെ വരുമ്പോൾ നമ്മൾ അതിലെടുക്കുന്ന ഡിസിഷൻസ് എന്തൊക്കെയായിരിക്കും, അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ എന്നോണം നമ്മൾ എടുക്കുന്ന ഫയറിംഗ് തീരുമാനം, അതല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യപ്പെടുക എന്നതൊക്കെ അവരെ ആദ്യമേ ബോധ്യപ്പെടുത്തുക. അങ്ങനെ നമ്മൾ ആദ്യമേ ബോധ്യപ്പെടുത്തുകയും അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്താൽ അവർക്കും നമുക്കും ഈസിയായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും.